നമ്മുടെ കർത്താവ് സിഹിയോൻ കോട്ടയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തൻ്റെ സ്ലീബായെ തോളിൽ വഹിച്ചു. സങ്കടത്തോടെ തന്നെക്കുറിച്ച് കരയുവാൻ എബ്രായ സ്ത്രീകൾ കൂട്ടമായി കൂടി. തൻ്റെ മാതാവും അവളെ അറിയുന്ന എല്ലാവരും ദൂരെ നിന്ന് മാതാവ് വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ, എൻ്റെ പുത്രാ, നീ എവിടേക്ക് പോകുന്നു? എൻ്റെ വാത്സല്യവാനേ, നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പ്രാവിനെ പോലെ കുറുകിക്കരയുവാൻ തുടങ്ങി. അയ്യോ, നിഷേധികളായ ജനത്തിൻ്റെ കയ്യിൽ നീ നിന്നെ എന്തിന് ഏൽപ്പിച്ചു കൊടുത്തു? എൻ്റെ പുത്രാ, എനിക്കു കഷ്ടം. എൻ്റെ വാത്സല്യവാനേ, എനിക്കു കഷ്ടം. ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവവും ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു. സ്ലീബാ തോളിന്മേൽ താങ്ങി കോട്ടയെ വിട്ടു പുറപ്പെട്ടാൻ നെടുവീർപ്പോടു നിലവിളി കൂട്ടാൻ മേളിച്ചബ്രായാം ഗണമാ അറിയുന്നോരെ വരുമൊന്നീ അകലത്തായി നിന്നാൾ ജനനീ ബഹുസങ്കടവും വ്യാകുലവും പൂണ്ടവൾ പ്രാവു സമം കേണു. എങ്ങൻ മകനെ വത്സലനേ, എങ്ങിവർ നിന്നെ നയിക്കുന്നു? വിദ്വേഷികളുടെ കൈകളിൽ നീ എന്തിനു തനിയേൽപ്പിച്ചു? ഹാ മകനേ, മമ വത്സലനേ, എന്തു നിനക്കു ഭവിച്ചിന്നാൾ? ഞങ്ങൾക്കായുളവായൊരു നിൻ വ്യഥയും താഴ്മയും ആദിധന്യ